ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സീരിയസ് റോളിൽ അഭിനയിക്കുന്ന നടന്മാർ ചില പടങ്ങളിൽ കോമഡി അവതരിപ്പിച്ചതിനെക്കുറിച്ച് പറയണമെന്ന് ജയരാജ് എന്ന സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് സത്യമാഷ് മുതൽ തുടങ്ങാം. സത്യമാഷ് 95% പടങ്ങളിലും സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന നടനാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ചില കോമഡി സീനുള്ള പടങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ സത്യമാഷ് അഭിനയിച്ച ത്രിവേണിയിൽ കുറച്ച് കോമഡി കാണിക്കുന്നുണ്ട്. അതായത് ചായക്കടയിൽ നസീർ സാറിൻ്റെ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കുമ്പോൾ ശാരദയും നസീർ സാറും സത്യമാഷും കൂടിയിട്ടൊരു സീനുണ്ട്. അതിൽ കുറച്ച് തമാശ പറയുന്നുണ്ട്. പിന്നെ ചില സീനിലെല്ലാം അതിൽ കുറച്ച് ശങ്കരാടിനോടും മറ്റവരോടെല്ലാം കോമഡി പറയുന്നുണ്ട് സത്യമാഷ്. അതുപോലെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള പടത്തിലും സത്യമാഷ് കുറച്ച് വയസ്സനാണ് തമാശ പറയുന്നുണ്ട് നസീർ സാറിൻ്റെ അച്ഛനായിട്ട്. പിന്നെ ദത്തുപുത്രറിൽ നസീർ സാറ് സീരിയസ് ആയിട്ടും സത്യമാഷ് അതിൽ കുറേ കോമഡി പറയുന്നുണ്ട്. തുടക്കം പോലെ നസീർ സാറിൻ്റെ സുഹൃത്തായിട്ട് നസീർ സാർ അതിൽ കുറച്ച് ഗൗരവമാണ്. സത്യമാഷ് കുറേ അതിൽ തമാശ പറയുന്നുണ്ട് തുടക്കത്തിൽ. അപ്പോൾ സത്യമാഷ് ഇങ്ങനെ കുറച്ച് പടങ്ങളിൽ തമാശ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നസീർ സാറിൻ്റെ കാര്യം പറയണ്ടല്ലോ. നസീർ സാറ് 50% നസീർ സാറിൻ്റെ പടത്തിൽ നസീർ സാറിൻ്റെ കോമഡി ഉണ്ടാവും. കോമഡി, ആക്ഷൻ, പാട്ട് ഇതെല്ലാം അടങ്ങിയ നസീർ സാറിൻ്റെ പടം, രജനീകാന്തിൻ്റെ പടം പോലെ. പിന്നെ മധുച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന നടനാണ്. പക്ഷെ മധുച്ചേട്ടൻ കുറേ തമാശ പറഞ്ഞ പടങ്ങളാണെന്ന് തോന്നി. ഇതാണ് എൻ്റെ വഴി എന്നുള്ള പടത്തിൽ കുറേ തമാശയുണ്ട്. ശാരദയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ മാന്യശ്രീ വിശ്വാമിത്രൻ, അത് മധുച്ചേട്ടൻ്റെ ഒരു കോമഡി പാടാണ്. പിന്നെ സിംഹവാലൻ മേനോൻ, അതിലും മധുച്ചേട്ടൻ്റെ കുറേ കോമഡിയുണ്ട്. ഇനി കെ പി ഉമ്മർ കൊടും വില്ലനായിട്ട് അഭിനയിക്കുന്ന സമയത്താണ് കോളേജുകളിൽ നിന്നുള്ള പടത്തിൽ ഒരു ആജിയാറായിട്ട് അഭിനയിച്ചത്. ഫുൾ കോമഡിയാണ്, ചിരിച്ച് വീണവും. അത് നന്നായിട്ട് കോമഡി അവതരിപ്പിച്ചത് കെ പി ഉമ്മർ. പിന്നെ കോമഡി കൈകാര്യം ചെയ്തതാണ് MG സോമൻ. കോമഡി കൈകാര്യം ചെയ്ത പടമാണ് പ്രഭാത സന്ധ്യ. പി ചന്ദ്രകുമാറിൻ്റെ മധു തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അതിൽ സോമേട്ട ഫുൾ ടൈം കോമഡിയാണ്. പിന്നെ പൂച്ചക്കുരു മുക്കുത്തി, അക്കരെ അതിലെല്ലാം സോമേട്ടൻ്റെ കോമഡി ഉണ്ട് അതിൽ. പിന്നെ സുകുമാരൻ കോമഡി നടനായിട്ട് അഭിനയിച്ച പടമാണ് ഈ കുറുക്കൻ്റെ കാര്യമാണ്, സത്യനന്ദിക്കാടിൻ്റെ. അതിൽ സുകുമാരൻ്റെ ഫുൾ കോമഡിയാണ്. അതുപോലെ പിന്നെ കിന്നാരം, അതും സുകുമാരൻ്റെ കോമഡി ഫിലിമാണ്. സുകുമാരൻ കൊമേഡിയനായിട്ട് അഭിനയിച്ച പടം അതാണ്. പിന്നെ സുകുമാരൻ്റെ പടത്തിൽ തമാശ ഉണ്ടാവും, കുറേ വില്ലനായാലും തമാശ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ജയൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ജയൻ ചേട്ടൻ ആക്ഷൻ ഹീറോ വന്നില്ല. ജയൻ ചേട്ടൻ്റെ കോമഡി ഫിലിമാണ് അനുപല്ലവി, നല്ല കോമഡിയാണ്. മമ്മൂട്ടി കോമഡി അവതരിപ്പിച്ച പടമാണ് രാജമാണിക്യം. വേറെ പടത്തിൽ അഭിനയിച്ചാലും ഫ്ലോപ്പാണ്, രാജമാണിക്യത്തിൽ സക്സസ്സാണ്. പിന്നെ മോഹൻലാൽ നസീർ സാറിനെ കൊണ്ട് പറഞ്ഞ ഒരു 50% പടത്തിലും കോമഡി പിന്നെ അവതരിപ്പിക്കുന്ന നടനാണ്. അതുകൊണ്ട് മോഹൻലാലിൻ്റെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രധാന സൂപ്പർ സ്റ്റാറുകളുടെ കോമഡി ഫിലിം. പിന്നെ രവികുമാർ, വിൻസെൻ്റ്, സുധീർ കുറേ കോമഡി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്ത്. അവർ പിന്നെ സൂപ്പർ സ്റ്റാർ ഗണത്തിൽ പെടുന്നില്ല, എന്നാലും നല്ല നായക നടന്മാരാണ്. അവരെയും പറയാം നമുക്ക്. രവികുമാറിൻ്റെ കോമഡി ഫിലിമിലുണ്ട്. പെൺപുലിയിലെല്ലാം രവികുമാർ കോമഡിയാണ്. അതുപോലെ ആനന്ദം പരമാനന്ദം, അതിൽ കോമഡിയുണ്ട് രവികുമാറിന്. പിന്നെ കമലഹാസൻ മലയാളത്തിൽ അഭിനയിച്ചതിൽ 80% കോമഡി തന്നെയാണ് കമലഹാസൻ്റെ സീരിയസ് ആയിട്ടുള്ള സീനും ഉണ്ടാവും, കോമഡി ഉണ്ടാവും. ഒന്ന് ഈറ്റയിൽ, പിന്നെ ഒന്ന് ആനന്ദം പരമാനന്ദം,
പിന്നെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ആദ്യകാലത്തുള്ള കമലഹാസൻ്റെ പടത്തിലെല്ലാം അധികം കൊമേഡിയനായിട്ടാണ് കമലഹാസൻ അഭിനയിക്കുന്നത്. അത് ഒരുവിധം പടത്തിൽ കമലഹാസൻ നല്ല നല്ല കോമഡി ഉണ്ടാവും. കമലഹാസൻ പിന്നെ സീരിയസ് നടനുമാണ്, ഈ കോമഡി നന്നായിട്ട് അവതരിപ്പിക്കും. നമ്മൾ പറഞ്ഞ നടന്മാരെല്ലാം മലയാളത്തിലെല്ലാം കഴിഞ്ഞല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പുതിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ദിലീപിനെ കൂട്ടാം. ബാക്കിയൊന്നും പുതിയ നടന്മാരൊന്നും ഒരു നടന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഈ സത്യൻ നസീർ, മധു, സോമൻ സുകുമാരൻ, ജയ, വിൻസെൻ്റ് സുധീർ, രാഘവൻ, പിന്നെ സോമൻ സുകുമാരൻ, ജയ, മമ്മൂട്ടി, മോഹൻലാൽ, അവിടെ തീർന്ന് പാടാം. പിന്നെ ആകെ ഒരാളെ കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ ദിലീപിനെ കൂട്ടാം നമുക്ക്. ദിലീപിൻ്റെ തിളക്കത്തിലാണ് നല്ല കോമഡി ദിലീപിൻ്റെ. പിന്നെ കുഞ്ഞിക്കോനെ, ദിലീപിൻ്റെ 90% പാടും കോമഡിയാണ്. മറ്റുള്ള നടന്മാരൊന്നും നമുക്ക് ഈ പുതിയ നടന്മാരിൽ മോഹൻലാലിന് ശേഷം വന്നതിൽ പിന്നെ അതിന് കൂട്ടാൻ പറ്റിയൊരു നടൻ ദിലീപ് മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും ഒരു ലെവലില്ലാത്ത നടന്മാർ. ചില പടം അവർ കോമഡിയെല്ലാം കാണിക്കുന്ന, അങ്ങനെ പടം വിജയിക്കുന്ന, അത് ഓരോ കാലത്ത് ഓരോ നടന്മാർ വരും. അവരൊന്നും നടന്മാരെ കൊടുത്ത് പെടുത്താൻ പറ്റില്ല. ഈ നടന്മാരെന്ന് പറഞ്ഞാൽ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറ്, അഭിനയ ചക്രവർത്തി സത്യമോശം മുതൽ ഇങ്ങോട്ട് മമ്മൂട്ടി, മോഹൻലാൽ വരെ തീർന്ന് അതോടെ സിനിമയെല്ലാം കഴിഞ്ഞിന്. പിന്നെ സിനിമ വ്യവസായം ഇങ്ങനെ നടന്നു പോകണ്ടേ. നടന്നു പോകുമ്പോൾ ഓരോരാൾ വഴിയെ പോകുന്ന ആളും എല്ലാം അഭിനയിക്കും. എല്ലാവരും കാണുന്ന ആൾക്കെല്ലാം അഭിനയിക്കാൻ. ഇനി അങ്ങോട്ട് ആർക്കും അഭിനയിക്കുക. ഇപ്പോൾ അവരെക്കാൾ നല്ലോണം അഭിനയിക്കുന്നുണ്ട് ഇതിൽ യൂട്യൂബിൽ ചെറിയ പിന്നെ നാടകം പോലത്തെ അഭിനയിക്കുന്ന 3-4 ആൾക്കാരില്ല. അവരിൽ എത്ര നല്ലോണം അഭിനയിക്കുന്നത്, ഇവരെക്കാൾ നല്ലോണം അഭിനയിക്കുന്നവർ. ഈ എന്താന്ന് കുറേ ഒരു പരിപാടിയില്ലേ, കുറച്ച് ആൾക്കാരുടെ അതിൻ്റെ പേര് മറന്നുപോയി. കുറച്ച് ആൾക്കാർക്ക് പേര് മറന്നുപോയല്ലേ. അതിൻ്റെ മറന്നു കിടക്കുക, അങ്ങനെ എന്തോ ഒരു പേരില്ലേ. കുറച്ച് ഒരു ഹൈറ്റായിട്ടുള്ള ഒരാളും, പിന്നെ എന്താണ് ഇപ്പോൾ അതിൻ്റെ പേര്, ആർക്കെങ്കിലും അറിയെങ്കിലത് കമൻറ്റ് ബോക്സ് ചെയ്തു. മറിമായത്തിലെല്ലാം അഭിനയിക്കുന്ന ആൾ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. കുറേ 4-5 ആളില്ലേ അതിൽ, നന്നായിട്ട് അഭിനയിക്കുന്നില്ല അവർ സിനിമ നടന്മാരെക്കാളിൽ. അപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാലിന് ശേഷം വന്ന നടന്മാരിൽ ഈ മറിമായത്തിൽ അഭിനയിക്കുന്ന ആളെ പോലെ തന്നെ അവരൊന്നും നടന്മാരെ കൊടുത്ത് പെടുത്താൻ പറ്റുമല്ലോ. ഓക്കെ.